ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഈ ബിയുടെ വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കോഴ്സിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആ വീഡിയോ ചെയ്തിട്ട് ആർക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചാനലിൽ പോയി എന്നൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ടിട്ടാണ് ഞാനും അത് ചെയ്യാണ്ടിരുന്നത്. എൻ്റെ ഒരു ഉള്ളിലുണ്ടായിരുന്നു ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് എപ്പിസോഡ് കാണുമ്പോൾ കുറച്ച് ചില കാര്യങ്ങൾ കണ്ടിട്ട് പറയാണ്ടിരിക്കാൻ തീരെ പറ്റണില്ല കേട്ടോ. അതുകൊണ്ട് പറയാമെന്ന് വിചാരിച്ചാണ്. ഞാൻ അതിൻ്റെ ഭാഗങ്ങളും വീഡിയോസും ഒന്നും കാണിക്കുന്നില്ല, ഞാൻ ലൈവ് കാണാറുണ്ട്. അതായത് കുറച്ച് ദിവസമായിട്ട്, അതായത് കൃത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു എവിക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു PR എന്നുള്ളൊരു ചർച്ചയൊക്കെ വരുന്ന സമയത്താണ് ശരിക്കും അനുവിന് നേരെ കുറച്ച് സൈബർ ആക്രമണം വരുന്നത്. അതും കൂടാതെ ഇപ്പോൾ ഹൗസിനകത്ത് തന്നെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും, പിന്നെ അനുവിനെ മനഃപൂർവ്വം മോശക്കാരിയാക്കുന്ന രൂപത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഇന്നലത്തെയും ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് തീരെ സഹിക്കാൻ പറ്റാണ്ടായിപ്പോയത്. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അനുവിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം, ഓക്കെ? അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാവയുടെ ഒരു ടാസ്ക് വരുന്നുണ്ട് അവർക്ക്. അപ്പോൾ പാവ കളക്ട് ചെയ്യുന്ന ടാസ്ക്, ആ ടാസ്കിനകത്ത് അവർ ഒരു ഇതിനകത്തൂടെയാണ് വരുന്നത്. അപ്പോൾ 2 സൈഡിലും അവർ അടുത്തടുത്ത് നിന്നിട്ട് ഇത് കളക്ട് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അക്ബർ ആദ്യമേ പറയുന്നുണ്ട്, അക്ബറിന് നേരെ ഫ്രണ്ടിലാണ് അനു ഉണ്ടായിരുന്നത്. അപ്പോൾ അനുവിനോട് പറയുന്നുണ്ട്, എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഞാൻ അറിയില്ല, അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് ആൾ. അപ്പം ഇത് ടാസ്ക് തുടങ്ങിയ സമയത്ത് ഈ പാവകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ മനഃപൂർവ്വം ദേഹം കൊണ്ട് ഇടിച്ച് അനുവിൻ്റെ ബോഡി ഫുള്ള് അതിനകത്തായിപ്പോയി എന്നാണ് കേൾക്കുന്നത്. ദേഹമൊക്കെ ഇടിച്ച് മൂക്കുന്ന ബ്ലഡ് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മൂക്കുന്ന ബ്ലഡ് വന്നു എന്ന് പറഞ്ഞ ആ ഒരു സീൻ മാത്രം ഞാൻ കണ്ടില്ല, ബാക്കിയൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ആൾക്ക് നല്ലോണം പറ്റിയിട്ടുണ്ട്, നല്ലോണം ദേഹം നന്നിട്ടുണ്ട്, നല്ലോണം വേദനിച്ചിട്ടുണ്ട്. ആ ഒരു സീൻ അവിടെ കഴിയാണ്. പിന്നെ രാത്രിയാണ് ഫുഡിൻ്റെ പ്രശ്നം നടക്കുന്നത്. പിന്നെ അക്ബറും വരുന്നുണ്ട്, അവർക്ക് 2 പേർക്കും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സീൻ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പോയിട്ട് ഈ വാദി പ്രതിയായി എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചു പോയത്. ക്യാപ്റ്റനോട് ഷാനാസ്ഖാനോട് ചോദിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ 2 മെയിനായിട്ടുള്ള 2 കാര്യങ്ങളാണ്, മനസ്സിലായി. അപ്പോൾ എന്തായാലും ഈ രാത്രിക്കത്തെ കേസ് അവിടെ നിൽക്കട്ടെ. ഈ അക്ബറുമായിട്ടുള്ള ഇഷ്യൂ അത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഇഷ്യൂവിൽ എന്തായാലും 100% ന്യായം അനുവിൻ്റെ ഭാഗത്ത് തന്നെയാണ്. അക്ബർ ഇപ്പോൾ തൊട്ടടുത്ത് അവർ വേറെ കുറേ ബാക്കി ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, ബാക്കി മത്സരാർത്ഥികളൊക്കെ നിൽക്കുന്നുണ്ട്. അവർക്ക് ആർക്കും തമ്മിലില്ലാത്തൊരു ഇതാണ് അക്ബറിനും അനുവിനും. അതായത് അവർ തമ്മിലുണ്ടായ ഒരു ഇതെന്ന് പറയുന്നത്, അക്ബർ മനഃപൂർവ്വം ചെയ്തതെന്ന് ഞാൻ പറയും, മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. കിട്ടിയ ചാൻസിൽ അങ്ങ് ദേഷ്യം കലിപ്പ് തീർത്തതാണ്. അക്ബറിന് ഓൾറെഡി അനുവിൻ്റെ അടുത്ത് നല്ല ദേഷ്യമുണ്ട്, ആദ്യം മുതലേ ദേഷ്യമുണ്ട്. കാരണം അനുവിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മുഖത്തടിച്ച് കാര്യങ്ങളങ്ങ് പറയും. അപ്പോൾ ഇങ്ങനെ ഒരു തുടക്കത്തിലൊരു ഇത് ഉണ്ടായിട്ടുണ്ട്, അത് അക്ബർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയാൾ ഭയങ്കര സ്മെല്ലാണ്, അടുത്തൂടെ വരുമ്പം കുളിക്കുകയല്ല നനയ്ക്കുകയല്ല, അങ്ങനെ ഒരു ഇത് പറഞ്ഞെന്ന് അക്ബർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇന്നത്തെ എപ്പിസോഡിലും അക്ബർ ഈ ഒരു കാര്യം എടുത്തിട്ടിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര സ്മെല്ലാണെന്ന് പറഞ്ഞ് അത് ശരിക്കും അയാളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതാണ് ഇന്നത്തെ ഒരു ഇതിൽ കണ്ടപ്പോൾ മനസ്സിലായത്. അത് അയാളുടെ ഉള്ളിലുണ്ട് ആ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പം അത് എടുത്തിട്ട് തന്നെയാണ് അയാൾ മനഃപൂർവ്വം ഈ അനുവിന് നേരെ പല കാര്യങ്ങളും ഇങ്ങനെ വളച്ചൊടിച്ച്, അതേപോലെ വേറെയുള്ളവരെയും തോണ്ടി വിട്ടുകൊണ്ട് മനഃപൂർവ്വം അനുവിനെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അക്ബർ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കണ്ട് തന്നെ ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഇന്നലത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ഇന്നെന്തായാലും ജയിൽ നോമിനേഷൻ നടക്കുമ്പോൾ എന്തായാലും അക്ബർ ആയിരിക്കും അകത്ത് എന്നുള്ളതാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ കളി നേരെ മാറി, ഇന്ന് നേരെ കളി മാറി, മനസ്സിലായോ? എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിയാണ് ആദ്യം സംസാരിക്കുന്നത്. ലക്ഷ്മി പലരും അനുവിനെ തന്നെയാണ് നോമിനേറ്റ് ചെയ്തത് ജയിൽ നോമിനേഷനിൽ. അപ്പോൾ ലക്ഷ്മി കുറേ കാര്യങ്ങൾ, ലക്ഷ്മി ഇതൊക്കെ ഇത്രയും അനുവിനെ അമ്മനോ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഇടിവെട്ട് ഡയലോഗൊക്കെ വിട്ടിട്ട് ഇപ്പോൾ കൊണ്ടുവച്ച് കാണ്ട് ലക്ഷ്മി നേരെ ഇപ്പുറത്തെ സൈഡ് തിരിച്ചടിച്ചെന്ന് വേണമെങ്കിൽ പറയാം.
ലക്ഷ്മി കഴിഞ്ഞിട്ടാണ് അക്ബർ സംസാരിക്കുന്നത്. ഇവർ രണ്ടുപേരുടെയും സംസാരം കേട്ടിട്ട് നമ്മൾ തന്നെ ഒന്ന് അന്താളിച്ച് പോകും. അവിടെ ആദില പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞതിന് ഷാദില പറയുന്നുണ്ട്, ഇത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഷോക്കായിട്ടുണ്ട്. അവർ ഷോക്കായിട്ടുണ്ട്. എന്താ വെച്ചാൽ അതായത് അനു ഇത്ര നെഗറ്റീവ് ആണോ എന്ന് അവർ തന്നെ ഒന്ന് ചിന്തിച്ചൊരു സീനാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. നൂറയും ആദിലും തമ്മിൽ ലാസ്റ്റ് സംസാരമുണ്ട്, അവരെല്ലാവരും എണീച്ച് പോയതിനു ശേഷം. ലക്ഷ്മിയും അക്ബറും ഭയങ്കരമായിട്ട് അനുവിനെ നല്ലോണം മോശമാക്കി വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരായാലും വീണു. ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഒരു ഇതായി. പിന്നെ ഒന്ന് ചിന്തിച്ചപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എങ്ങനെയായാലും ആ ഒരു പാവയുടെ ടാസ്കിൻ്റെ ടൈമിൽ എങ്ങനെ വന്നാലും അക്ബറെ ന്യായീകരിക്കാൻ കഴിയില്ല. അയാളുടെ കുറേ ന്യായീകരണങ്ങൾ നിരത്തിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ നോക്കിയാലും അതൊന്നും ഒരു ന്യായമേ അല്ല. പിന്നെ ഒരു കാര്യം, ഒരാൾ 5ഉം 6ഉം 7ഉം 8ഉം 10ഉം തവണ പറയുമ്പോൾ നമ്മൾ ആരുടെ മൈൻഡിലായാലും ആ ഒരു സാധനം അതുണ്ടോ എന്നുള്ളൊരു ഇതിലോട്ട് നമ്മുടെ ചിന്ത പോകും. അപ്പോൾ ഇയാളും ഈ അക്ബർ എന്ന് പറയുന്ന വ്യക്തിയും ലക്ഷ്മി ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ തള്ളി അനുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളും ചിന്തിച്ചു പോകും. അതായത് നമ്മൾ ആ തൊട്ടടുത്ത കണ്ടസ്റ്റൻസ് പോലും ചിന്തിച്ചു പോവാണ്, അനു ഇങ്ങനെ എന്നുള്ള ഒരു രൂപത്തിൽ അവരുടെ മൈൻഡ്, എല്ലാവരുടെയും മൈൻഡ് ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇന്നത്തെ ലൈവിൽ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട്, ചിന്തിക്കാത്തവർ പോലും ചിന്തിച്ചിട്ടുണ്ടാവും ഇന്നത്തെ ഒരു ഇതിൽ അവരുടെ സംസാരം കേൾക്കുമ്പോൾ. അത്രയും ബുദ്ധിപരമായിട്ടാണ് അവർ സംസാരിച്ചിട്ടുള്ളത് കേട്ടോ. ലക്ഷ്മിനെക്കാളും അക്ബർ ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇയാളെന്തൊക്കെയോ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് തെറി വിളിച്ച് അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് സൗണ്ട്. എനിക്കൊന്ന് തെറി വിളിച്ചിട്ടായിരിക്കാം മിക്കവാറും. പിന്നെ അനുവിന് നേരെ എന്താ പറയുക, ഒരു ഭീഷണി പോലെയൊക്കെയുള്ളൊരു ഡയലോഗ്, പുറത്തായിരുന്നെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒരു വില്ലൻ റോള് ചില ഡയലോഗൊക്കെ ഈ അക്ബറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ള കുറേ വാക്കുകൾ ഇന്ന് അയാളുടെ വാക്കുകളിൽ നിന്ന് വന്നിട്ടുള്ളത്. ഒന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. മേ ബി ഇത് ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു പ്ലാൻ തന്നെയായിരിക്കും. ഇവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഈ അടുത്തായിട്ട് അവർക്ക് തന്നെ തോന്നിയിട്ട് അനുവിന് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. പിന്നെ അക്ബർ മാറി നിന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് അനു അവസാനം വരെ ഉണ്ടാകും, അനു ഒന്നും പോകത്തില്ല എന്നുള്ളൊരു ഡയലോഗൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ ഉള്ളിലൊരു ഭയം കയറിയിട്ടാവും. അനു നല്ല ഇവർക്കൊരു എതിരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മനഃപൂർവ്വം അതുകൊണ്ട് അനുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പുറത്താക്കാനുള്ള അല്ലെങ്കിൽ ഒരു മോശം ക്യാരക്ടറായിട്ട് പുറത്തേക്ക് ചിത്രീകരിക്കാൻ വേണ്ടിയുള്ളൊരു പ്ലാനിങ് ആയിരിക്കാം ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ അനുവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് പലരും പറയുന്നുണ്ട് അഭിനയിക്കുകയാണ്, ആദ്യം കുറേ കരച്ചിൽ ഡ്രാമ ഇറക്കി പിന്നെ സ്ട്രോങ് ആയിട്ട് നിന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ആള് കളിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്, അഭിനയിക്കുക അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല. ആളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മുടെ ആരുടെ ഒരു ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വശം മാത്രമല്ല, ഒരു മോശം സൈഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതേപോലെ തന്നെ അനുവിനും ചെറിയൊരു മോശം സൈഡ് ഉണ്ട്, ചില പിടിവാശികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ മെയിൻ ഇവരുടെ പ്രശ്നം, കിച്ചണിൽ കയറുമ്പോൾ ബാക്കിയുള്ളവരാരെയും അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല, എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പം ഇതാക്കുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കിച്ചൺ കേസുകൾ അത് ഷോർട്സ് രൂപത്തിലൊക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ ഒരു ഇതെടുത്ത് നോക്കുക എന്നുണ്ടെങ്കിൽ ഈ കിച്ചണിലെ പ്രശ്നം ഒട്ടുമിക്ക ആളുകൾക്കും ഒരാൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം വേറെ ആരെങ്കിലും വന്ന് ഇതാക്കുന്നത് അത്ര ഒരു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കില്ല. പ്രത്യേകിച്ച് ഇപ്പം ഞാനൊക്കെ അങ്ങനെ, ഞാനിപ്പോൾ ഒരു കാര്യം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ വേറെ ആരെയും വന്ന് ഹെൽപ്പ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ചെയ്യുന്ന കാര്യം അത് ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതാണ് എനിക്കുള്ളത്. അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്, ചിലർക്ക് ഹെൽപ്പ് വേണം എന്നുള്ള മൈൻഡുള്ളവരുണ്ടാകും. പിന്നെ ആദിലയുടെയൊക്കെ ഒരു പരാതി പറയുമ്പോൾ അവർ ഉപദേശിച്ചു കൊടുക്കുമ്പം നൂറയും പറയുന്നുണ്ട്, അവർ ഉപദേശിക്കുന്ന സമയത്ത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഒന്ന് ഇത് കാണിക്കാനുള്ള ഇതുപോലും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ആളുടെ ഒരു
കുറച്ച് കാര്യങ്ങൾ പലരും പറയുന്നുണ്ട് അനുവിനെ കുറിച്ച്. ആള് ക്യാരക്ടർ ശരിയല്ല, മനസ്സ് ഭയങ്കര കറുപ്പാണെന്നൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് കേട്ടോ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അനുവായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ആളുടെ ഒരു റിയൽ ക്യാരക്ടർ തന്നെയാണ് ആ കാണുന്നത്. ആള് ഭയങ്കര എന്താ പറയുക, സിമ്പിളാണ്. കുറച്ച് എല്ലാവരും പോലെയല്ല, ബാക്കി അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ പോലെയല്ല ആളുടെ ഒരു പ്രകൃതം, കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഇതൊരു കാട്ടിക്കൂട്ടലാണോ അഭിനയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഉറപ്പായിട്ടും അല്ല. അത് അങ്ങനെ ഒരു പ്രകൃതമാണ്. സ്റ്റാർ മാജിക് കാണുന്ന നമ്മൾ കുറേ പേര് കണ്ടിട്ടുണ്ടാകും. സ്റ്റാർ മാജിക്കിൽ കാണുന്ന കുറേ വ്യൂവേഴ്സ് അനുവിൻ്റെ ഫോളോവേഴ്സായിട്ടും ഫാൻസൊക്കെ ആയിട്ടും കുറേ പേരുണ്ട്. അപ്പം അതിൽ നമ്മൾ കണ്ട ഒരു ക്യാരക്ടർ നമ്മൾ അതിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റൊക്കെ ചിന്തിച്ചിരുന്നു വെച്ചാൽ ഇതെന്താ അഭിനയമാണോ അങ്ങനെ എന്നുള്ള രൂപത്തിലാണ്. പക്ഷേ ആള് ശരിക്കും അങ്ങനെ തന്നെയാണ്. കുറച്ചൊരു സെൻസിറ്റീവ് ക്യാരക്ടറാണെന്ന് മാത്രം. അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പിണങ്ങുക, ചെറിയ കുട്ടികൾ ചെയ്യൂലേ, അതേപോലെ തന്നെ. പക്ഷെ ആൾ ഭയങ്കര സെൻസിറ്റീവാണ്, പാവമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ തിരിച്ച് ചെയ്താലും അക്ബർ രാവിലെ ഇങ്ങനെ ചെയ്തു, ആര്യനായിട്ടുള്ള കുറേ ഇതുണ്ടായിട്ടുണ്ട്. എന്നാലും അവർ ഹെൽപ്പ് ചോദിച്ചു വരുമ്പം ആ ഒരു മേക്കപ്പ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരുടെ ആ ടാസ്കിൻ്റെ ടൈമിൽ, കിലുക്കം ആ ഒരു ഇത് തന്നെ ചെയ്ത സമയത്ത്. അപ്പം മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിലൊക്കെ അത് ചെയ്തു കൊടുത്താൽ മതി ശരിക്കും. പക്ഷേ കുറച്ചൊരു ഉള്ളിലൊരു നന്മയുള്ള ആൾക്ക് അങ്ങനെയൊക്കെ തിരിച്ച് സഹായിക്കാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ മോശക്കാരൊക്കെ നോക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് ആർക്കെങ്കിലും തിരിച്ച് അങ്ങനെ ചെയ്യാൻ തോന്നും. വളരെ കുറച്ച് ആളുകൾക്ക് അങ്ങനെയുള്ളൊരു മനസ്സുണ്ടാവുള്ളൂ. ആ ഒരു മനസ്സ് ആൾക്കുണ്ട്. ആൾ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് തിരിച്ചൊരു അവസരം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്യുന്ന ഒരു ക്യാരക്ടറല്ല. എത്രയോ ആൾക്ക് തിരിച്ചടിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അക്ബറിനെ ആയാലും ആര്യനെ ആയാലും എത്രയോ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അനുവിനെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ചെയ്തിട്ടില്ല. ഇപ്പം ഇന്നലത്തെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിലും ആ മൂക്കിനിടി കിട്ടിയ കേസ്, ബ്ലഡ് വന്നതൊക്കെ വെച്ച് നോക്കുമ്പം നല്ലൊരു പണി തിരിച്ചു കൊടുക്കാനുള്ളൊരു ചാൻസാണ് ഇവിടെ ശരിക്കും അനുവിന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ആളത് ചെയ്തിട്ടില്ല. അതാണ് നല്ലൊരു ക്യാരക്ടർ ആളുടെ സൈഡിലുണ്ട്. പിന്നെ കുറച്ച് വാശിയും ദേഷ്യം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഇത് എന്താ പറയുക, ഒരു സെൻസിറ്റീവ് ക്യാരക്ടറാണ്. അത് വേണം അതിന് പറയാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഡ്രാമ കളിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ക്യൂട്ട്നെസ് വാരി എറിയേ അങ്ങനെയൊന്നും അല്ല. ആളൊരു പാവമാണ്. 30 വയസ്സായിട്ടുണ്ടെങ്കിലും ഒരു കുഞ്ഞു കുട്ടികളുടെ ഒരു പ്രകൃതമാണ്. പക്ഷേ ടാസ്കുകളൊക്കെ ഈ പല ടാസ്ക് വരുമ്പോൾ ആളുടെ മാക്സിമം ഒന്നും വിന്നറാവുന്നില്ല, മത്സരിക്കുന്നില്ല, പോയിന്റില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആളുടെ മാക്സിമം കൊടുത്തിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്തായിരുന്നാലും, ഏത് ടാസ്ക് വന്നു കഴിഞ്ഞാലും. പിന്നെ ഇപ്പം ഇതാണ് അവർക്ക് ഹൗസിനകത്ത് അവർക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ടാകും അവർക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയായി തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. അതുകൊണ്ടുള്ളൊരു ഗ്രൂപ്പ് അറ്റാക്ക്, പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ഗ്രൂപ്പ് അറ്റാക്ക് പോലെ തന്നെയാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാനുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ. ഇനിയിപ്പം ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ട് നാളെയും മറ്റന്നാളൊക്കെ. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് എന്തായാലും അക്ബറിൻ്റെ അടുത്ത് എന്തായാലും ആ ഒരു കാര്യത്തിൽ ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. കാരണം അത്രയും അക്ബറിൻ്റെ ഭാഗത്ത് നിന്ന് അത്രയും മോശമായിട്ടുള്ള ഒരു ഇതാണ് ഇന്നലെ കാണിച്ചു കൂട്ടിയിരുന്നത്. അയാളും അത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. സൗണ്ട് കേട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇത്രയും പേര് അനു കരയുന്നതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടിട്ട് അയാൾ കേട്ടില്ല പോലും എന്നാണ് പറഞ്ഞത്. കേട്ടിട്ടില്ല, സൗണ്ടേ കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അത് ഭയങ്കര ഒരു ഇതാണ്. ഉമ്മനെ പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയാണ് സത്യം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ തന്നെ മനസ്സിലാക്കുക ആൾ ഭയങ്കര കള്ളനാണ്. എന്താ പറയുക, ഒരു മുഖമൂടിയിട്ടൊരു അടിപൊളി കള്ളൻ തന്നെയാണ് ഈ അക്ബർ എന്ന് പറയുന്നത്. ഓക്കെ, അത് പിന്നെ അതെന്തായാലും അപ്പം ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം അക്ബറിന് കേട്ടോ. പിന്നെ നിവിൻ എന്ന് പറയുമ്പോൾ നിവിനിപ്പം ബിന്നി പോയതിന് ശേഷം എന്തോ ഒരു ബാധ കയറിയ പോലെയാണ് ആളുടെ ഒരു കാട്ടിക്കൂട്ടലുകൾ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫാമിലി വന്ന എപ്പിസോഡിൽ ഇങ്ങനെ പറയും, അനീഷേട്ടൻ്റെ ഷാനവാസ്കയുടെ മോള് വന്നപ്പോൾ പറയുന്നുണ്ട് പിന്നെ ആ ഒരു ഹല്ലേ എന്നുള്ള ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇവര് ഭാഗത്ത് ഇവനൊരു എൻ്റർടൈനിങ് പേഴ്സൺ ആണെന്നുള്ളൊരു സാധനം പൊതുവേ ഒരു എന്താ പറയുക
ഇവരുടെയൊക്കെ സംസാരത്തിൽ നിന്ന് ഈ നെവിന് കിട്ടിയിട്ടുണ്ട്. അവൻ ഭയങ്കര സംഭവമാണ്, പുറത്തൊരു എൻ്റർടൈനിങ് പേഴ്സൺ ആണ്, എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ളൊരു തോന്നൽ നെവിന് നല്ലോണം അങ്ങ് കയറിയിട്ടുണ്ട്. അത് തലക്ക് കയറി പ്രാന്തായി എന്ന് വേണം സത്യം പറഞ്ഞാൽ പറയാൻ കേട്ടോ. കാരണം എന്തൊക്കെയോ ഒക്കെ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അനുവിൻ്റെ പുറകെ തന്നെ നടക്കുകയാണ്. നമുക്ക് തന്നെ തോന്നിപ്പോവും ഇത് എന്തിട്ടാ അത് ഇയാളെ കാണിക്കുന്നതെന്നുള്ള രൂപത്തിൽ കേട്ടോ. അപ്പോൾ ബിന്നി പോയതിന് ശേഷമാണ് അധികം ഒരു ഇളക്കം വന്ന് തുടങ്ങിയിട്ടുള്ളത്. അപ്പം അനുവിൻ്റെ പുറകെ തന്നെയാണ്, മൂപ്പർക്ക് വേറെ കണ്ടൻ്റ് ഒന്നുമില്ല, അനുവിൻ്റെ പുറകെ തന്നെയാണ് നടക്കുന്നത്. ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാൻ പറ്റുന്നോ അത്രയും രീതിയിൽ എന്താ പറയുക, അയാൾ മാക്സിമം അനുവിനെ ദ്രോഹിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നി ഇപ്രാവശ്യത്തെ എവിക്ഷനിൽ നെവിൻ പോകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത്രയും മോശമായിക്കൊണ്ടിരിക്കുകയാണ് അയാളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ. ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പോൾ പോകെ എന്തോ ഒരു വല്ലാത്തൊരു ഇത് ആയിട്ട് തോന്നുന്നുണ്ട്. കളിക്കുന്നതിന് കുഴപ്പമില്ല, ഗെയിമൊക്കെ നന്നായിട്ട് കളിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഏത് ഗെയിമിനും അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത് നല്ലത് ഏത് ഗെയിമാണെങ്കിലും. അതില്ലാത്ത പോലെയാണ് തോന്നുന്നത്. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കണ്ട് ലൈവിൽ സംഗതികൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനുവിനെയും അനീഷേട്ടൻ ഇപ്പോൾ എത്ര 4ാമത്തെ തവണ എങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട് ജയിലിൽ പോകുന്നത്. അവർ മനഃപൂർവ്വം ഇങ്ങനെ എന്താ പറയുക, അല്ലെങ്കിൽ കുറച്ചെങ്കിലും 1% ശരിക്കൊരു കണ്ണിച്ചോരുണ്ടെങ്കിൽ അക്ബർ എന്തായാലും ഇന്ന് ജയിലിൽ പോകേണ്ടതായിരുന്നു. കാരണം ആളുടെ ഒരു ഇതങ്ങനെയാണ്, ആ ഒരു സൈഡ് അങ്ങനെയാണ് ആളുടെ ഒരു ഇന്നലെ ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആൾ പോവേണ്ടതായിരുന്നു. പിന്നെ അങ്ങനെ അവർ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് അനീഷേട്ടനെ ജയിലിൽ കയറ്റിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ അനു കയറിയിട്ടുണ്ട്. അതാണ് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു രാത്രികത്തെ ഫുഡിൻ്റെ കേസിനപ്പം അവർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ജയിൽ നോമിനേഷനിൽ. അപ്പോൾ നമ്മുടെ അനുവും അനീഷേട്ടനുമാണ് ഇപ്പം ജയിലിനകത്തേക്ക് കയറിയിട്ടുള്ളത്. ഞാനും ടോട്ടലി ഇപ്പോൾ ഒരു മൂഡ് ഓഫ് ആണ്. ആൾ ഭയങ്കര സൈലൻ്റായിട്ടൊക്കെ നടക്കുന്നുണ്ട്. എന്തോ എനിക്ക് തോന്നുന്നു മിക്കവാറും ആദിലയും നൂറയൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവരും കൂടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആൾക്കൊരു വിഷമമായിട്ടുണ്ടെന്നാണ് തോന്നുന്നു. അവർ ഭയങ്കര കൂട്ടൊക്കെ ആയിരുന്നല്ലോ, ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. അപ്പം അതിനൊക്കെ ഒരു വിഷമം ആൾക്കുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. നെവിനും അക്ബർ പോകണം തന്നെയാണ് എൻ്റെ മനസ്സിലാഗ്രഹം കേട്ടോ. കാരണം അവരത്രയും ഓവറാവുന്നുണ്ട്. നെവിൻ പോയിട്ടില്ലെങ്കിൽ അക്ബറെങ്കിലും പോകണം എന്നാണ്. അയാൾ ആദ്യം മുതലേ അയാൾ ഭയങ്കര ഒരു മോശം ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഇതുമില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതൊക്കെ കാണുന്നുണ്ട് റീൽസൊക്കെ. അയാളെ ഭയങ്കര പോസിറ്റീവാക്കിക്കൊണ്ട് ഒന്നിനൊരു കഴിവുണ്ടാവില്ല. നമ്മൾ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ വെറുതെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ടോക്കുണ്ട്, ബീബിയുടെ ഫേവറേറ്റ് ആണ് അക്ബർ ഒരിക്കലും പോവില്ല എന്നൊക്കെയുള്ളൊക്കെ ഒരു എന്താണെന്നറിയില്ല. നോക്കാം നമുക്ക് എന്തായാലും. ഞാനിങ്ങനെ കുറച്ച് കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നു, അങ്ങനെ പറഞ്ഞതാണ്. ഭയങ്കരമായിട്ട് അനുവിന് നേരെ ഈ ഒരു എന്താ പറയുക, കുറേ ആളുകൾ കൂട്ടമായിട്ട് അകത്തും പുറത്തും ഒക്കെ അനുവിനെതിരെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അനീഷേട്ടനും അനുവും കൂടി ജയിലിലേക്ക് പോയിട്ടുണ്ട്. അടുത്തത് എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ യൂട്യൂബിൽ വരുന്ന കുറച്ച് ഷോർട്സ് ഭാഗങ്ങൾ അല്ലെങ്കിൽ എപ്പിസോഡ് മാത്രം കണ്ടിട്ട് നിങ്ങളൊരാളെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. പറ്റുമെങ്കിൽ ലൈവ് കണ്ടിട്ട് ജഡ്ജ് ചെയ്യാം. പിന്നെ ഇപ്പോൾ കുറേ മാനിപ്പുലേഷൻ വീഡിയോസൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പം ഒരു ചേച്ചിയുടെ ഒരു വീഡിയോ ഒക്കെ കാണുന്നുണ്ട് ഇപ്പോൾ കൂടുതലായിട്ടും. പിന്നെ അതായത് അനു ചെയ്യുന്ന പ്രവർത്തികൾ വേറെ രീതിയിൽ വളച്ചൊടിച്ച് അവരെ മോശമാക്കിക്കൊണ്ട് ചെയ്യുന്ന പല വീഡിയോസും കാണുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ അവരുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ പറയുക, ഭയങ്കര മോശമായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഓക്കെ, അടുത്ത എന്തെന്ന് നടക്കുന്നു